കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആയൂർ റോഡിൽ KSRTCയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. KSRTC ബസ് അപകടം മൂലം തോട്ടിലേക്ക് മറിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സാണ് ഈ അഞ്ചൽ ആയൂർ റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. നിന്ന് AV ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജയശങ്കർ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അല്പസമയം മുമ്പ് ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. KSRTCയുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സും ആയൂരിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ് അടുത്തുള്ള ചെറിയ തോട്ടിലേക്ക് മറിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ബസ്സിൻ്റെ മുൻഭാഗമാണ് ഈ ഒരു തോട്ടിലേക്ക് മറിയുന്നത്. ഈ അപകടം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ KSRTC ബസ്സിൽ 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ ഭൂരിപക്ഷം പേർക്കും പരിക്കുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. ഈ ബസ് അപകടത്തിൽപ്പെടുന്നൊരു ഘട്ടത്തിൽ തലയും മറ്റും കമ്പിയിലിടിച്ചാണ് മിക്ക യാത്രക്കാർക്കും പരിക്കുണ്ടായത്. ഈ പരിക്കേറ്റ ആളുകളെ അടുത്തുള്ള അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പിക്കപ്പ് വാനിലെ ഡ്രൈവറും മറ്റ് 2 യാത്രക്കാരുമാണ് മുന്നിൽ ഇരുന്നിരുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പിക്കപ്പ് വാൻ്റെ മുൻഭാഗം പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. അത്രമാത്രം ഇടിയുടെ വലിയ ഇടിയാണ് അവിടെ സംഭവിച്ചത്. ഈ പിക്കപ്പ് വാൻ്റെയും KSRTC ബസ്സിൻ്റെയും അമിത വേഗതയാണോ ഈ അപകട കാരണം എന്നത് വ്യക്തമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഫയർഫോഴ്സ് കൂടുതൽ ആളുകളെ എല്ലാം തന്നെ ഈ വാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ പിക്കപ്പ് വാനിലെ 3 പേർക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്കുള്ളത്. KSRTC ബസ്സിലെ യാത്രക്കാർക്ക് സാരമായ പരിക്കാണ് നിലവിലുള്ളത്. എന്തായാലും ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ജയശങ്കർ.